ഹലോ ഗായ്സ്, നമുക്കപ്പോൾ ഇന്ന് എൻ്റെ ഒരു വലിച്ചുവാരി തീറ്റി കണ്ടാലോ? അതായത് ഒരു വാട്ട ഈറ്റിനിടെ നമുക്ക് കാണാം. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലി, സാമ്പാർ, പപ്പടം, പിന്നെ അതിനകത്ത് കിടക്കുന്നത് മിൻറ്റ് ലീഫിൻ്റെ കട്ടൻ ചായയാണ്. എൻ്റെ പപ്പടം അടിച്ച് മാറ്റിക്കൊണ്ട് വെച്ചിരുന്ന് കഴിക്കുന്നതാണ് ആ ഗ്ലാസിൻ്റെ പുറകെ കാണുന്നത്. അപ്പോൾ അതാണ് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വാട്ട ഈറ്റിനിടെ ചെയ്തിട്ടൊക്കെ കുറേ നാളായെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ നമ്മളൊരു 8:30-9 മണിയായപ്പം കാപ്പി കുടിച്ചു. അതിനുശേഷം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി മോര് കുടിച്ചിട്ടുണ്ടായിരുന്നു. മോരിന് വേണ്ടിയിട്ട് തൈര് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും എൻ്റെ കണ്ണിലൊരു സാധനം അടക്കിയിരുന്നു. എന്താണ്ട് ഈ കാണുന്ന ഉമ്പിടി മുട്ട. കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ഒരു 1-1.5 വർഷത്തിന് മുമ്പാണ് ഇതേപോലത്തെ ഒരു സാധനം എൻ്റെ കോഴിക്കോട്ടിൽ നിന്ന് കിട്ടിയത്. അതായത് ഒരു കുഞ്ഞ മുട്ട. അപ്പോൾ വേഗം തന്നെ ആ വലിയ മുട്ടയെ ഞാൻ കൊണ്ടിട്ട് ഉടച്ച് മുട്ടക്കുരു ഒന്നും പൊട്ടാതെ ഒരു കൊച്ചു പ്ലേറ്റിൽ ഇത്രയും വലിയ മുട്ട ഇട്ടിട്ട് ഞാനും എൻ്റെ കൊച്ചും കൂടെ ഷെയർ ചെയ്ത് ആ മുട്ട അത്രയും മുഴുവൻ ഇച്ചിരി പോലും കളയാതെ മുഴുവനും തിന്നു. ആ മുഴുവൻ മുട്ടയും തിന്നപ്പോഴത്തേക്കും തന്നെ വയറ് നിറഞ്ഞു. പിന്നെ ഉച്ചയ്ക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 1-1.5 മണിയൊക്കെ ആകുമ്പം കുറച്ച് ചോറ്, സാമ്പാർ, മീൻകറി, ചമ്മന്തിയും വീഴ്ക്കും. എന്നിട്ട് ആ പ്ലേറ്റ് ഇത് കൊച്ചിൻ്റെ പ്ലേറ്റാണ്. ആ പ്ലേറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞിടുന്നതുകൊണ്ട് തന്നെ എനിക്ക് വിഷമം തോന്നി. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഞാൻ ഓരോ അച്ചാറും കൂടെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ചമ്മന്തിയും കൂടെ വെച്ച് വിരവിയപ്പം അച്ചാറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, എന്നാൽ ചമ്മന്തി മാത്രം മതിയായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. പിന്നെ നമ്മൾ ഈവനിങ്ങിൽ വീണ്ടും കുറച്ച് ലെമൺ ടീ, പിന്നെ ചിപ്സ്, പിന്നെ മഞ്ഞ മിച്ചറിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. മഞ്ഞ മിച്ചർ എന്നാണ് ഞങ്ങളിവിടെ പറയാറുള്ളത്. ഇതെല്ലാം കൂടെ വെച്ച് കഴിച്ചു. അതിന് ശേഷം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വലിയ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം രാത്രിയാണ് കഴിച്ചത്. രാത്രി ഇഡ്ഡലിയും രാവിലത്തെ സാമ്പാറും ഉച്ചക്കത്തെ വിഴുക്കും പിന്നെ കുറച്ച് ഇഡ്ഡലി പൊടിയില്ലേ, എണ്ണയിൽ കുഴച്ച് തന്നെയാണ് ഇഡ്ഡലി പൊടിയും വെച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിച്ചിട്ട് രാത്രി കിടക്കണത് കുറച്ച് മുന്നേ ആയിട്ട് ഇങ്ങനെ ഗീ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു. എന്നാൽ പിന്നെ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.